യെസ്, എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് രാജ്ഭവന്റെ പടി കയറാത്ത മുഖ്യമന്ത്രി എന്തായാലും രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെന്ന് പുറത്തു വന്നിട്ടില്ല. എന്തായാലും കേരളം സംഘടിപ്പിച്ച UGC കരട് ഭേദഗതിക്കെതിരായ നാഷണൽ കോൺഫറൻസിൽ ഗവർണർക്ക് അമർഷമുണ്ടായിരുന്നു, അതൃപ്തി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നുള്ള വിവരങ്ങളാണ് സേഫ് സീൻ ലാബ്ദീൻ നൽകിയത്. ശശി തരൂരിനെ അവഗണിക്കാൻ ഹൈക്കമാൻഡ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കാനുള്ള ശശി തരൂരിന്റെ ആഗ്രഹം നടക്കില്ല. തരൂർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. വിവാദങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. വിമർശിച്ചതുകൊണ്ടൊരാളെയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. പത്തനംതിട്ടയിലെ രാജദാസന്മാർ പരാമർശം തരൂരിനെ ഉദ്ദേശിച്ചല്ലെന്നും അത് പിണറായിയുടെ സ്തുതിഗീതത്തെയും രാജഭക്തന്മാരെയും കുറിച്ചാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിനും താനില്ലെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. വിമർശനങ്ങൾ പറയുന്നതുകൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് CPMന്റെ ശൈലിയാണ്, അത് ഞങ്ങളുടെ ശൈലിയല്ല. ഇത് ഞാൻ ക്ലിയറായി പത്തനംതിട്ട പ്രസംഗത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ അതൊന്നും കൊടുക്കാതെ എൻ്റെ ഒരു പ്രസംഗം അടർത്തിയെടുത്തിട്ട് അത് മറ്റാർക്കും എതിരെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് സത്യത്തിൽ ക്രൂരതയല്ലേ? വിമർശനങ്ങളെ ഏത് രീതിയിലായാലും നന്മയുള്ള വിമർശനമാണ്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ കേരളത്തിൽ നിൽക്കുന്നത്. ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങൾക്ക്, ജനങ്ങൾ മടുത്തിരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കി പകരം ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ വരണമെന്നുള്ള കാര്യത്തിൽ എല്ലാ UDFലെ നേതാക്കന്മാർക്കും ജനങ്ങൾക്ക് ഒരേ അഭിപ്രായമുള്ളത്. അതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ വ്യത്യാസമില്ലെങ്കിൽ കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാതെ വിചാരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പത്രലേഖകരോട് സംസാരിച്ചതും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ചില നേതാക്കളൊക്കെ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ്. പക്ഷെ പഴയ കാലത്തെ പോലെ പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ പോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇപ്പോൾ പാർട്ടിക്കകത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് അതെല്ലാം പരിഹരിക്കും. അപ്പം അതുകൊണ്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലും ഞാനില്ല. KR സാജു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. സാജു, ആദ്യം തന്നെ തരൂർ കലാപക്കൊടി ഉയർത്തിയപ്പോൾ ഇതെങ്ങോട്ടുള്ള പോക്കാണ് എന്ന് സംശയിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. പോഡ്കാസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി വന്നതോടുകൂടി ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് തരൂർ നടത്തുന്ന നീക്കമെന്ന് ഹൈക്കമാൻഡും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും തരൂരിന്റെ ആ മോഹം നടക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായി തരൂരിന്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറാൻ രമേശ് ചെന്നിത്തല ഒടുവിൽ പ്രഖ്യാപിച്ചതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനകൾക്കും താനില്ല എന്ന് എല്ലാ നേതാക്കളും അങ്ങ് തീരുമാനിക്കട്ടെ എന്നാണോ ഹൈക്കമാൻഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്? യെസ്, എന്തായാലും ശശി തരൂരുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണോ ശശി തരൂർ ഉന്നം വെക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഹൈക്കമാൻഡ് കൂടെ ആ ഒരു ചോദ്യം കൂടി ഹൈക്കമാൻഡിന് മുന്നിലെത്തുമ്പോൾ ഹൈക്കമാൻഡ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം ശശി തരൂരിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തൽക്കാലം തരൂർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, തുടക്കത്തിൽ തരൂർ ഈ വിവാദം ഉയർത്തിയപ്പോൾ തന്നെ എങ്ങോട്ടായിരുന്നു ശശി തരൂരിന്റെ പോക്കെന്നുള്ളൊരു ആശ്ചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പോഡ്കാസ്റ്റിലെ വിവരങ്ങൾ വന്നതോടുകൂടെ വരികൾക്കിടയിൽ നിന്ന് ചില കാര്യങ്ങൾ വായിച്ചെടുക്കുന്നു. എന്നാൽ തൽക്കാലം ഇത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു നിർദ്ദേശമാണോ കേരള നേതൃത്വത്തിന് AICC നൽകിയിരിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പുകളിലടക്കം മുന്നിൽ നിന്ന് നയിക്കാനുള്ള ശശി തരൂരിന്റെ ആഗ്രഹമോ ആശയമോ ഒക്കെ അതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ മാത്രമല്ല ഹൈക്കമാൻഡും കണക്കുകൂട്ടുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഇനി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ശശി തരൂരിന്റെ ആ ആഗ്രഹം നടക്കാനും പോകുന്നില്ല. അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിന്റെ ഭാഗമായി കേരള
കേരള നേതാക്കളോട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള വിവാദവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് മാറിയിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ വാക്കുകളിൽ കണ്ടത്. രമേശ് ചെന്നിത്തല വളരെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിനും ഞാനില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ മൊത്തത്തിലെടുത്ത തീരുമാനമാണ് എന്നുകൂടി അദ്ദേഹം അത് വരികൾക്കിടയിലൂടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ തരൂരിനെതിരാണ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു എന്നതടക്കം ചൂണ്ടിക്കാട്ടി കാര്യങ്ങളെ മയപ്പെടുത്തുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും നമ്മൾ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകലാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നല്ലത് എന്നതിലേക്കാണ് കാര്യങ്ങൾ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും വരെയും ഇപ്പോൾ നയിക്കുന്ന രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ K സുധാകരൻ അടങ്ങുന്ന KPCC അധ്യക്ഷനുമൊക്കെ അടങ്ങുന്ന രീതിയിൽ നയിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡിലും എത്തിച്ചേർന്നിരിക്കുന്ന ധാരണകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും അർത്ഥത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അപ്പോൾ കാര്യങ്ങളെ പുനഃപരിശോധിക്കാം. അതുവരെയും മറ്റൊരു തരത്തിലുള്ള നീക്കങ്ങൾ വേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോഴും ശശി തരൂരിന് ഇനി തിരിച്ചടി ഉണ്ടായാൽ പോലും സാധ്യതകൾ കുറവാണ്. അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇല്ലാത്ത പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അത് മുഖ്യമന്ത്രി മോഹം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തി കേരളത്തിൽ സജീവമാകാനായി നടത്തിയ നീക്കങ്ങൾ എന്ന നിലയ്ക്കാണ് ശശി തരൂരിന്റെ ഇപ്പോൾ നടത്തിയ എല്ലാ പ്രസ്താവനകളെയും ഒക്കെ ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടി ഉണ്ടാക്കും. അതിനെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും സാജു, ഞാൻ